കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. അതിൽ ചിലത്: ഒന്ന്, പാപമില്ലാത്ത രക്തം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് 1 പത്രോസ് 1:18-19 വചനങ്ങളിൽ നാം വായിക്കുന്നു. യേശു പാപരഹിതനായി കന്യകയിൽ നിന്ന് ജനിച്ചു. യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത പരിശുദ്ധ രക്തമാണ്. നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമാണ്. അതിൽ മറ്റൊരു കാര്യം, കർത്താവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരുമെന്ന് യെശയ്യാവ് 1:18 നാം വായിക്കുന്നു. സംരക്ഷിക്കുന്ന രക്തം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല എന്ന് പുറപ്പാട് 12:13 നാം വായിക്കുന്നു. വീണ്ടെടുക്കുന്ന രക്തം. യേശു തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പാണ് രക്ഷ. അത് ഏവർക്കും സൗജന്യമാണ്. ഈ രക്ഷ നമുക്ക് നൽകുവാനായി കർത്താവ് തൻ്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ദാസനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം നമുക്കായി യാഗമായി തീർന്നു. ചങ്കിലെ അവസാനതുള്ളി രക്തം വരെ നമുക്കായി ചിന്തി. ഈ രക്തം സ്വർണത്തെക്കാളും മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും കോടാനുകോടി ധനങ്ങളെക്കാളും വിലയേറിയതാകുന്നു യേശുവിൻ്റെ അമൂല്യ രക്തം. അടുത്തൊന്ന്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നുള്ളതാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് എബ്രായ ലേഖനം 12:24 നാം വായിക്കുന്നു. സാത്താൻ നമുക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ രക്തം ചീന്തിയ യേശു നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. താൻ രക്തം ചീന്തിയതിനാൽ തന്നിലേക്ക് കടന്നു വരുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താൻ പറയുന്ന അവകാശത്തെ കർത്താവ് നിർവീര്യമാക്കുന്നു. അടുത്തത്, നിത്യനിയമത്തിൻ്റെ രക്തം എന്നുള്ളതാണ്. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ എന്ന് എബ്രായർ 12:13-20-21 വാക്യങ്ങൾ നാം വായിക്കുന്നു. നീയോ നിന്റെ നിയമരക്ത ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കുമെന്ന് സെഖര്യാവ് 9:11 നാം വായിക്കുന്നു. അത് നിത്യമാണ്. യേശു എന്നും നമ്മുടെ നല്ല ഇടയനാണ്. ആ ഇടയൻ തൻ്റെ ആടുകളുടെ രക്ഷയ്ക്കായി രക്തം ചൊരിഞ്ഞു, പാപമോചനം തന്നു. യുഗങ്ങൾ മാറിയാലും പാപമോചനത്തിനായി കർത്താവ് തന്ന വഴി മാറുകയില്ല. ജയം നൽകുന്ന രക്തം. അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു എന്ന് വെളിപ്പാട് പുസ്തകം 12:11 നാം വായിക്കുന്നു. യേശു നമുക്കായി രക്തം ചൊരിഞ്ഞ് പാപമോചനം നൽകിയെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളാകുന്നു. ആ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. കർത്താവിൻ്റെ രക്തം നമുക്ക് തരുന്ന നീതീകരണത്തിൻ്റെയും ജയത്തിൻ്റെയും മുമ്പിൽ സാത്താന്യ ശക്തി നിർവീര്യമാകുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്
ജയാളിയായി മുന്നേറുമ്പോൾ നാം സ്വർഗരാജ്യത്തിൻ അവകാശികളായി മാറുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com